വയസ്സാം കാലത്ത് ഈ മനുഷ്യന് ഇത് എന്തിൻ്റെ കേടാന്നോട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ആനുവൽ ലീവ് ആകുമ്പോഴേ ഈ മനുഷ്യന് ഓരോരോ ഭ്രാന്താട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ പുള്ളിക്കാരൻ്റെ ആനുവൽ ലീവിലെ ഭ്രാന്തായിരുന്നു സൈക്ലിങ്ങിന് പോകാമെന്ന്. അങ്ങനെ കുഞ്ഞിനൊരു സൈക്കിൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ സൈക്കിൾ മേടിച്ചു. പിന്നെ അതിനുള്ള ഹെൽമെറ്റ് കാര്യങ്ങൾ. ഇനി നീ എന്തിനാടാ ഇങ്ങനെ സൈക്കിളൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാട്ടോ. ഇതിൻ്റെ മമ്മി പുള്ളിക്കാരത്തെ അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. പുള്ളിക്കാരിയിലേക്ക് നമുക്ക് പിന്നെ വരാം. അങ്ങനെ ഞങ്ങൾ സൈക്ലിങ്ങിന് വേണ്ടി ഒരു വുഡ്ലാൻഡ് പോലത്തെ ഒരു സ്ഥലത്ത് പോയ കാഴ്ചയാട്ടോ ഈ കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ സൈക്ലിങ്ങിനൊക്കെ റെഡിയായി, ഹെൽമെറ്റൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇങ്ങനെ സൈക്കിളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കിൾ വാങ്ങണ്ട, നീ വെറുതെ പൈസ കളയുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല വീരവാദം അടിച്ച ഒരാളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നും പറയണ്ട, പണ്ടത്തെ കാലത്തെ സിനിമാ നടിമാരെയൊക്കെ പോലെ ഫ്രണ്ട് ഇരുന്ന് ചിരിച്ചോണ്ടുള്ള വരവ് കണ്ടോ, എൻ്റെ പൊന്നേ എന്ത് പറയണമെന്ന് പറ. ഇനി ഇത് കണ്ടപ്പോൾ നിതിനൊരു പൊടി, ദൈവമേ അമ്മയും കൊണ്ടുപോയി മോളെയും കൊണ്ടുപോയി, ഇനി ഇവളെ കൊണ്ടുപോയില്ലേ ഇവളെ വീട്ടിൽ വന്ന് വല്ലാത്ത സമരം ഒഴിക്കും. ജീവൻ വേണേ മാറിക്കോന്ന് കേട്ടോ ഞാൻ ആ സൈക്കിളിൽ ഇരുന്നുകൊണ്ട് പറയണത്. ഈ മനുഷ്യനെ എന്നെയും വെച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ട് വരുമ്പോൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മമ്മിക്കൊരാഗ്രഹം, അതെ സൈക്കിൾ ചോട്ടാൻ എനിക്കറിയത്തില്ല, എന്നാലും എൻ്റെ 2 ഫോട്ടോ വേണം. ഫോട്ടോ എടുക്കാൻ നിന്ന ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ താഴെ കിടക്കുന്ന പുല്ലും കല്ലും മണ്ണൊക്കെ പറിക്കുന്ന കേട്ടോ ഞങ്ങൾ കണ്ടത്. എന്തായാലും അന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ഒരു വെൽ സ്പെൻഡ് ഡേ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ സങ്കടത്തോടെ കേട്ടോ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ നേരെ ഷിഫ്റ്റിനാട്ടോ പോകുന്നത്. ബൈ.